ജയറാമിനെ SIT ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ജയറാമിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും നേരത്തെ ചോദ്യം ചെയ്യേണ്ടതാണ്. കാരണം ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം ആളുകളുമായിട്ട് ജയറാമിൻ്റെ വലിയ ബന്ധത്തെക്കുറിച്ച് നേരത്തെ തന്നെ സമൂഹത്തിൽ ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ജയറാമായാലും കൊള്ളാം, വേറെ ഏതെങ്കിലും വലിയ നടനായാലും കൊള്ളാം, നടനാണെന്നുള്ളതല്ല പ്രശ്നം. ഇത്തരം കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് മറ്റ് ഗോവർദ്ധനം തുടങ്ങിയിരിക്കുന്ന ആളുകളുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ബന്ധം ഏത് തരത്തിലാണ്. ഇന്ന് മാത്രമല്ല, ഈ കട്ടളപ്പാളിയാണെങ്കിലും വാതിൽപ്പാളിയാണെങ്കിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് തന്നെയാണ് അവിടെ സ്ഥാപിച്ചതെന്നുള്ള മട്ടിൽ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിനൊക്കെ വലിയ പൂജയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. ഈ പൂജയുടെ ഒക്കെ പേരിൽ ഇത്തരം വെട്ടിപ്പുകളും തട്ടിപ്പുകളും ഒക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അനധികൃതമായിട്ട് പണസമ്പാദനം നടത്തുന്ന ആരെ സംബന്ധിച്ച് ഇതൊക്കെ അവർക്ക് വേണ്ടി വരും. ഈ പലപ്പോഴും അങ്ങനെയാണ് പലരും ഈ കോടികൾ പോയിട്ട് അമ്പലത്തിൽ നിക്ഷേപിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ സ്വർണം പൂശാനുള്ള കാരണം, ഇതൊന്നും നല്ല മനസ്സിൻ്റെ ലക്ഷണമായിട്ട് ആർക്കും കണക്കൂട്ടാൻ സാധ്യമല്ല. ഇവർക്ക് വന്നിരിക്കുന്ന അനധികൃതമായിട്ട് വന്നിരിക്കുന്ന സമ്പാദ്യത്തിൻ്റെ 1% ഈ തരത്തിൽ വിനിയോഗിക്കുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തരത്തിൽ ജയറാം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്നും അറിയില്ല. പക്ഷെ ഒന്ന് വ്യക്തമാണ്, ജയറാമിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടും ഗോവർദ്ധനുമായിട്ടും ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ ആഴം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതൊരു പക്ഷേ നമ്മുടെ SIT അന്വേഷിക്കേണ്ടതാണ് സ്വാഭാവികമായിട്ട്. ഇപ്പം നമ്മൾ പലരും പറയാറുണ്ട്, തന്ത്രിക്ക് ബന്ധമുണ്ട്, മന്ത്രിക്ക് ബന്ധമുണ്ട് ഇവർക്കൊക്കെ, ഇല്ലെന്ന് പറയാൻ സാധ്യമല്ല. ഈ മന്ത്രി ആയിരുന്ന ആളെ കൃത്യമായിട്ട് മൊഴിയെടുക്കൽ മാത്രമല്ല, അയാളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണ്, അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് വേണമെങ്കിൽ അവർ തീരുമാനിക്കേണ്ട പ്രശ്നമാണ്. ഏതാണെങ്കിലും അയാളുടെ പങ്കൊന്നും ചെറുതല്ല. ഈ തരം ഒരുപാട് ആളുകൾ അവിടെ വ്യത്യസ്തമായിട്ട് ശബരിമലയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നൊരു വലിയ സെറ്റുണ്ട്. അവരും ഈ സാധാരണ ഭക്തന്മാരായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അവിടെ ചില സ്പോൺസേഴ്സിനെ കണ്ടെത്തുക. ഇപ്പോൾ പോറ്റിയുടെ പണി എന്താ? സ്പോൺസേഴ്സിനെ കണ്ടെത്തുക, അവിടെ സ്വർണം പൂശിയെന്ന് ഏറ്റെടുക്കുക, വാതിൽപ്പാളി സ്വർണം പൂശുക, താഴേക്കൂടെ സ്വർണം പൂശുക, അതിനുശേഷം ദ്വാരപാലന്മാരെ സ്വർണം പൂശുക. ഇനി ഇയാളെ എന്തൊക്കെ അടിച്ചു മാറ്റിയെന്ന് ആർക്കറിയാം? അല്ല, ഇവരൊക്കെ ഇങ്ങനെ വന്ന് ക്ഷേത്രത്തിനകത്ത് കയറാനൊക്കെ ആയിട്ട് ആരാണ്, ക്ഷേത്രത്തിലെ കാര്യങ്ങളിൽ ഇടപെടാനൊക്കെ ആരാണ് അധികാരം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അല്ല, ഇവർക്ക് അധികാരം കൊടുക്കുന്ന പലരും ഉണ്ട്. കാരണം ഇവരെങ്ങനെ ആദ്യം അടുത്തുകൂടി സ്വന്തക്കാരാവുന്നു, സ്വന്തക്കാരായതിനു ശേഷം അകത്തേക്ക് പ്രവേശനം നടത്തുന്നു. ഈ പഴയ കാലത്ത് തൃശ്ശൂർ കഥ കേട്ടിട്ടുണ്ട്. തൃശ്ശൂര് തേക്കുംകാട് മൈതാനത്ത് ചീട്ട് കളിക്കുന്ന പറയുക. ആദ്യം വന്നിരിക്കുന്ന ആൾ ഒരു 4-5 പേര് ചീട്ട് കളിക്കുന്നു, ഒരാൾ അവിടെ ചീട്ടുകളി നോക്കി നിൽക്കുന്ന ആൾ കുറച്ച് കഴിഞ്ഞ് താല്പര്യം കൊണ്ട് ഏതെങ്കിലും ഒരാളെ കണ്ടിട്ട് ആളുടെ താഴേക്ക് ഇരിക്കുന്നു. അതിനുശേഷം അയാളോട് പറഞ്ഞ് അടുത്ത് ഇറക്കാൻ വേണ്ടി പറയുന്നു. അതിന് 2 പ്രാവശ്യം ഇറക്കി കഴിഞ്ഞ് 3ാമത് അയാൾ കളിയാവുന്ന സമയത്തേക്ക് അയാൾ ചീട്ടെടുത്തിട്ട് അയാൾ കളിക്കാരനായിട്ട് വരും. സമാനമായിട്ടുള്ള രീതിയിലാണ് ശബരിമല സംഭവിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പോലുള്ള ആളുകൾ 10-21 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തന്ത്രിയുമായിട്ടുള്ളൊക്കെയുള്ള വലിയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമലയുമായിട്ട് വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ പിന്നെ പിൽക്കാലത്ത് വന്നിട്ട് അവരാണ് ഇതിൻ്റെ ആളുകൾ. അവിടെ സ്പോൺസേഴ്സിനെ കണ്ടെത്തുന്നവരാണ്. ആ സ്പോൺസേഴ്സിന് വരുന്ന സമയത്താണ് വിശ്വാസവിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്യുക. ഇതിന് കൂട്ടുനിൽക്കുന്ന ആളാണ് തന്ത്രി, ഇതിന് കൂട്ടുനിൽക്കുന്ന ആളാണ് മന്ത്രി, ഇതിന് കൂട്ടുനിൽക്കുന്ന ആളുകളാണ് ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾ. ഇപ്പം ജയിലിൽ കിടക്കുന്നവരൊക്കെ അതാ. ശങ്കർദാസ് ആയാലും കൊള്ളാം, മറ്റേ വാസു ആയാലും കൊള്ളാം, അല്ലെങ്കിൽ പത്മകുമാർ ആയാലും കൊള്ളാം. ഇവരൊക്കെ ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുകയാണ്. വിശ്വാസികളെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് പരമാവധി പണം കൈപ്പറ്റിക്കൊണ്ട് നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടത്തുക. അത് വികസനം എന്നുള്ള വലിയ ചില പരിപാടികൾ കൊണ്ടുവരിക, ആ വികസനത്തിൻ്റെ വലിയ കോടികൾ സമ്പാദിക്കുക, അതിൻ്റെ സ്പോൺസേഴ്സിനെ കണ്ടെത്തുക. ഇത്തരം പരിപാടികളാണ് ഇവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവർ മാത്രമല്ല. ഇപ്പം എനിക്ക് ജയിലിൽ കിടക്കുന്നവരെയൊക്കെ നാളെ ശിക്ഷിക്കപ്പെടുന്നുള്ള വിശ്വാസമൊന്നും എന്നെ സംബന്ധിച്ചില്ല. അവന് സാധ്യതയും കുറവാണ്. കാരണം SIT പോലും ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാതെ കണ്ട് അവർ ഓരോരുത്തരായിട്ട് പുറത്തു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്താണ് ഇപ്പോൾ ജയറാമിനെ പോലുള്ള ഒരു പങ്ക് അന്വേഷിക്കേണ്ടി വരുന്നത്. ഇപ്പം ജയറാമിലേക്ക് കേസ് നീളുന്നു, മന്ത്രിയിലേക്ക് കേസ് നീളുന്നു, തന്ത്രിയെ ഇപ്പം തന്നെ തന്ത്രി അകത്താണ്. ഇനി അയാൾക്കൊക്കെ അവസാനം കിട്ടാൻ പോകുന്ന ഈ 90 ദിവസത്തെ ശിക്ഷ മാത്രമാണോ ഇല്ലെന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. ഏതാണെങ്കിലും മറ്റൊന്നുണ്ട്. ഇപ്പം ഈശ്വര വിശ്വാസി എന്ന നിലയ്ക്ക് ഒന്നെനിക്ക് തീർത്തു പറയാൻ സാധിക്കും, ഇവർക്കൊക്കെ സാക്ഷാൽ അയ്യപ്പ ഭഗവാൻ ഇവർക്ക് ശിക്ഷ കൊടുക്കും. അത് ഇതിനോട് ബന്ധമുള്ള എല്ലാവർക്കും കിട്ടും. അത് പത്മകുമാറിന് കിട്ടും, അത് ജയറാമിന് കിട്ടൂല എന്നുള്ളൊരു ആങ്കര്യം വ്യക്തമാക്കേണ്ട വസ്തുതയാണ്. അല്ലെങ്കിൽ വാസുവിന് കിട്ടും, അല്ലെങ്കിൽ മന്ത്രിക്ക് കിട്ടും, ഇതിൻ്റെ തന്ത്രിക്ക് കിട്ടും. ഇവർക്കെല്ലാവർക്കും കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇവരെല്ലാവരും അയ്യപ്പ വിശ്വാസത്തെ പരമാവധി ചൂഷണം ചെയ്യുന്നവരാണ്. ശബരിമലയിലേക്ക് എത്തിച്ചേരുന്ന സാധാരണക്കാരനാണ്. അവൻ കൊടുക്കുന്ന 5 രൂപ 2 രൂപ 3 രൂപ തുട്ടുകളാണ്. അവൻ്റെ ഒന്നും കള്ളപ്പണമല്ല.
മറിച്ച് കള്ളപ്പണമുള്ള ആളുകളെ തേടിപ്പിടിച്ച് അവർ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലേക്ക്, ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിച്ച് സാധാരണ വിശ്വാസികളെക്കാൾ മുമ്പായിട്ട് ഈ തരത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ നിന്ന് തൊഴാനും മറ്റൊക്കെ അവസരം കൊടുക്കുന്നത് ഈ പറയുന്ന ദല്ലാളന്മാരാണ്. ആ ദല്ലാളന്മാർ കൊണ്ടുവരുന്ന ആളുകളുടെ നെറ്റിയിലാണ് ഇയാൾ ഒരിടെ തൊട്ടുവെച്ച് കൊടുക്കുക. എന്നിട്ടാണ് 5 ലക്ഷം അടിച്ചു മാറ്റുന്ന ഏർപ്പാട്. ഈ തരത്തിൽപ്പെട്ട ചില പരിപാടികളൊക്കെ അവിടെ ചെയ്യുക. ഒരു സ്ഥലത്തും പതിവില്ലാത്ത രീതിയിൽ തന്ത്രി സാധാരണ ക്ഷേത്രങ്ങളിൽ എത്ര ദിവസം പോകും? ഒരു വർഷത്തിൽ പരമാവധി 3-4 സ്ഥലത്ത്. എന്നിട്ട് ഇയാളെന്താ പറയുന്നത്? ഇപ്പം ഇയാൾ ഇവിടെ പുറപ്പെടാത്ത തന്ത്രി എന്താ പറയുന്നത് ശബരിമലയിൽ. എന്നിട്ട് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭഗവാന്റെ പിതാവാണെന്ന്. ഇയാൾ ഭഗവാന്റെ പിതാവല്ല. ഞാൻ ഇവരെ ചലഞ്ച് ചെയ്ത് പറയാം, ഏതെങ്കിലും ഡോക്യുമെന്റ് പ്രകാരം, ഏതെങ്കിലും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഭഗവാന്റെ തന്ത്രി, ഭഗവാന്റെ പിതാവാണോ? പിതാവല്ല. അല്ല അല്ല ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു നിയമപരമായിട്ടുള്ള ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ടോ? ആ ഗാർഡിയൻ എന്നുള്ള പൊസിഷൻ ഇവരുണ്ടാക്കിയതാണ്. തന്ത്ര സമുച്ചയം പോലുള്ള ഗ്രന്ഥങ്ങൾ പോലും ഇവര് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഭഗവാൻ മൈനർ ആണ് എന്ന് പറയുമ്പോൾ അതിനെ മൈനർ ആണെങ്കിൽ അത് ഒരു സംരക്ഷിക്കാനുള്ള ഒരാളും കൂടെ വേണ്ടേ? സംരക്ഷണത്തിന് ആവശ്യമില്ല ഭഗവാന്. ഈ പറയുന്ന ഉടായ്പകളല്ല ഭഗവാനെ സംരക്ഷിക്കേണ്ടത്. ഇത് തട്ടിപ്പുകാരാണ്. തട്ടിപ്പുകാർ അവിടെ താമസിച്ച് ഇപ്പം ഈ പറയുന്ന താഴമൺ കുടുംബത്തിന് എത്ര കൊല്ലത്തെ പഴക്കമുണ്ട്? പരമാവധി 60-70 കൊല്ലത്തെ പഴക്കമുണ്ടാവും. വേണമെങ്കിൽ 70-73 കൊല്ലത്തെ പഴക്കമുള്ളു. അതിനുമുമ്പ് അവരല്ലല്ലോ അവിടെ തന്ത്രിമാരായിരുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ളവരുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഈ പോറ്റിയെ പോലുള്ളവർ വരുന്നത്. ഇവര് ഇറക്കിക്കൊണ്ടുപോയി ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജ ചെയ്യുന്നത്. കാരണം ഇവരുടെയൊക്കെ എന്താ ആവശ്യം? ഇവർക്ക് ഒരുപാട് പണം സമ്പാദിക്കണം. ഈ പണത്തിനോടുള്ള ആർത്തി വന്നാലുണ്ടാവുന്ന പ്രശ്നം, ഈ ആർത്തിക്ക് അറുതിയില്ല എന്നാ പറയുക. അതുകൊണ്ട് പഴയൊരു സിനിമയിൽ പറയാറുണ്ട്, പണമൊരു വല്ലാത്ത പണ്ടാരക്കാലൻ എന്ന് പറയുന്നൊരു പഴയൊരു പാട്ടുണ്ട്. എൻ്റെ ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ഇത് വസ്തുതയാണ്. ഇത് പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ച് ബാധകമാണ്. ഈ ദേവസ്വത്തെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്, ദേവസ്വത്തിൻ്റെ പലരും മോഷ്ടാക്കൾ തന്നെയാണ്. ഇന്ന് മാത്രമല്ല, പഴയ കാലത്തും അതെ. പഴയ കാലത്തടക്കം ഇവർ മോഷ്ടിച്ചവരാണ്. ഈ മോഷണം ഒരു പരിധി കഴിഞ്ഞിട്ട് വരുമാനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വരുമാനം ലഭിക്കുന്നവരൊക്കെ മോഷ്ടാക്കളായിട്ട് വരാറുണ്ട്. അമിതമായിട്ടുള്ള ആസക്തി പണത്തിനോട് വരുന്നതിൻ്റെ പേരിലാണ് ഇവർ മോഷ്ടാക്കളാവുക. അങ്ങനെ വന്നിരിക്കുന്ന ആളുകളൊക്കെയാണ് സ്വാഭാവികമായുള്ള രീതിയിൽ ഇപ്പോൾ ജയിലിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ SITയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണം ഒരു നേരായിട്ടുള്ള വഴിക്കാണെന്നുള്ള വിശ്വാസം എന്നെ സംബന്ധിച്ചില്ല. അങ്ങനെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണമാണ് SIT നടത്തണമെങ്കിൽ പണ്ടേ മന്ത്രി അകത്താവേണ്ടായിരുന്നു. മന്ത്രി അകത്തായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അന്വേഷണം സത്യസന്ധമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. അതൊന്ന്. രണ്ടാമത്തെ ഇവരെ സംബന്ധിച്ചുള്ളത്, ഇവർ കുറ്റപത്രം കൊടുക്കുന്നില്ലല്ലോ. ആരാ പ്രതിയെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ജാമ്യം ഇവർക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ അതിനുശേഷം ഇവർ അന്വേഷണം നടത്തുന്നത് എന്തിനാണ് ഈ ജയറാമിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇത്രയും വൈകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് തന്ത്രി പിടിക്കാൻ ഇത്രയും വൈകിയത് അത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇന്നലെ ശ്രീകുമാറിനോ മറ്റേ കണ്ട് ഇന്നലെ മിനിങ്ങാന്ന് അയക്ക് ജാമ്യം കിട്ടി. അതിനുമുമ്പ് വേറെത്തിന് ജാമ്യം കിട്ടി, മുരാരി ബാബുവിന് അല്ലേ. അങ്ങനെ ഈ പറയുന്ന എല്ലാ ഉടായ്പകൾക്കും ജാമ്യം കിട്ടുകയാണ്. ഇതിന് കാരണം ഇവർക്ക് ശബരിമലയോട് താല്പര്യമുള്ളവരാണ് SITയിലുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ അന്വേഷണത്തിൻ്റെ മറവിൽ കാണിച്ചു കൂട്ടുന്ന തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഈ രണ്ടും വിശ്വാസികളുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടുള്ള പുറപ്പാടാണ്. ഇത് വിശ്വാസികൾക്കാണ് പ്രശ്നം. വിശ്വാസികൾ കൊടുക്കുന്ന നാണയത്തുട്ടുകളാണ് ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിന് വിനിയോഗിക്കേണ്ടത്. അതിന് പകരമായിട്ട് ക്ഷേത്രങ്ങൾ സ്വർണം പൂശുക, എന്നിട്ട് സ്വർണം ചില ആളുകൾ അടിച്ചു മാറ്റുക. സ്വർണം വന്ന് സ്വർണം അടിച്ചു മാറ്റും. അപ്പം ആ സ്വർണം അടിച്ചു മാറ്റുന്നവരെയും സ്വർണം പൂശുന്നവരെയും ഒരേ സമയത്തിന് ചോദ്യം ചെയ്യേണ്ടതാണ്. ഇതെല്ലാം തമ്മിൽ കൂട്ടുകൃഷിയാണത്. അതെ. ഈ ജയറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുവച്ച് പൂജ ചെയ്യുന്നു. അപ്പോൾ ജയറാമിന് വർഷങ്ങളായിട്ട് ഇവരെ അറിയാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പ്രവർത്തികളും ജയറാമിന് അറിഞ്ഞിരിക്കണ്ടേ? തീർച്ചയായിട്ടും ജയറാമിന് അറിഞ്ഞിരിക്കാം. ജയറാമിനെ അറിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ജയറാം വലിയ സിനിമാ നടനാണ്. അതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യില്ല എന്നുള്ള മട്ടിൽ ഞാൻ കടുത്ത ഭക്തനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പരസ്യത്തിൽ പറഞ്ഞാൽ മതി. വസ്തുതകളാതൊന്നുമല്ല. വസ്തുതകൾ ആരുടെ വീട്ടിലേക്ക് ആ ഇത് കൊണ്ടുപോയിട്ടുണ്ടോ, ആർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ടോ, ആർക്കൊക്കെ അയാൾ പറയുന്നേക്കുന്ന ഉണ്ണീന്നും കണ്ട വിളിക്കുന്നത്, പോറ്റിയൊന്നുമല്ല. അത്രയ്ക്ക് ആത്മബന്ധമാണ്. ഈ പറയുന്ന ആത്മബന്ധമൊന്നും ഒരിക്കലും ഒരു രാത്രി കൊണ്ടുണ്ടാവുന്നതല്ല, ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല, ഒരു മാസം കൊണ്ടുണ്ടാവുന്നതല്ല. മാസങ്ങളായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് ജയറാമായിട്ട് മാത്രമല്ല, അയാളുടെ വിപുലമായിട്ടുള്ള ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളൊക്കെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പഠിച്ചിട്ടുള്ള ഒരു ഈശ്വര നിഷേധിയായിട്ടുള്ള
അയാൾക്ക് അയ്യപ്പനിൽ വിശ്വാസമുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല, ഉണ്ടാവാൻ യാതൊരു തരവില്ല. ഒരേ സമയത്ത് മന്ത്രിയെയും തന്ത്രിയെയും ഈ സിനിമാ നടന്മാരെയും ഒക്കെ തന്നെ വിലക്കെടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അവരെയൊക്കെ മോഹവിലക്കെടുക്കാൻ സാധിക്കുന്ന ആളാണ് ഇയാൾ. അത്രയ്ക്ക് വലിയ ബന്ധമാണ് അയക്കുള്ളത്. ആ ബന്ധങ്ങളൊന്നും ക്ഷേത്ര വിശ്വാസിയെ സംബന്ധിച്ച് ഗുണകരമല്ല. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും അമിതമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുറത്തായാലും കൊള്ളാം, അമിതമായിട്ടുള്ള ധനാർത്ഥിയുടെ പുറത്തായാലും കൊള്ളാം, ഏതാണെങ്കിലും ക്ഷേത്രവിരുദ്ധമാണ്, വിശ്വാസവിരുദ്ധമാണ്. ഈ പറയുന്ന നാസ്തികന്മാരുടേതായിട്ടുള്ള താവളങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം പര്യാപ്തമായിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യ ലൈവിനെ നിങ്ങൾ സഹായിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒരുപാട് പേർ ചാനൽ കാണുന്നുണ്ട്, കണ്ടിട്ടങ്ങ് പോവുകയാണ്. അതുപോരാ, നമ്മുടെ IND എന്നുള്ള നമ്മുടെ ലോഗോയിലൊന്ന് വിരലമർത്തുക, അപ്പോൾ തെളിഞ്ഞു വരുന്ന സബ്സ്ക്രിപ്ഷൻ ബാറിൽ അമർത്തുക. തൊട്ടുപുറത്തൊരു ബെൽ ഐക്കണുണ്ട്, അവിടെയും വിരലമർത്തിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും.